നമ്മുടെ കയ്യിൽ ലാൻഡ് ഉണ്ടായിട്ട് കാര്യമില്ല. ആ ലാൻഡിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് റിട്ടേൺ വരുന്നത്. ശരിയല്ലേ? ഇപ്പോൾ ഒരു എംപ്റ്റി ലാൻഡ് നമുക്ക് തരുന്നത് സീറോ ക്യാഷ് ഫ്ലോ ആണ്. അതിൽ നിന്ന് നമുക്ക് ഇൻകൊന്നും വരാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഒരു ലോങ് ടൈം ലീസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി അതല്ല, നിങ്ങൾ അതിനകത്തൊരു റൈറ്റ് പ്രൊജക്റ്റ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ യെസ്, ഒരു പ്രെഡിക്റ്റബിൾ ഇൻകം നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അവിടെയാണ് നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു 2 ഏക്കർ ലാൻഡ് നിങ്ങൾ കൊണ്ടെന്ന് വിചാരിക്കാം. ആ ഏരിയ മൊത്തമായിട്ട് നമ്മൾ ഫ്ലാറ്റ്സ്, ഷോപ്സ്, കൊമേഴ്ഷ്യൽ ബിൽഡിങ്, അപ്പാർട്ട്മെന്റ്, വില്ല ഇങ്ങനെ നമ്മൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ? വളരെ കുറവാണ്. പക്ഷേ ഇത്തരം പ്രൊജക്റ്റിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലാൻഡിന്റെ മുഴുവൻ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വെയർ ഹൗസ്, മാനുഫാക്ചറിംഗ് യൂണിറ്റ്, ഇൻഡസ്ട്രിയൽ സ്പേസ്, ഇത് ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ലാൻഡിന്റെ മുഴുവൻ പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലേ? അതായത് ലാൻഡിന് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാൻഡിൽ നിന്ന് നമുക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എനിക്ക് ചോദിക്കാനുള്ളത് വേറൊന്നുമല്ല, ഇപ്പം നിങ്ങൾക്ക് ലാൻഡ് ഉണ്ടെങ്കിൽ ആ ലാൻഡ് ഇപ്പം നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കൂ, അസെറ്റ് ആണോ അതല്ല അത് എംപ്റ്റി ലാൻഡ് ആണോ എന്നുള്ളത്.